ഹലോ എവരി വൺ, ജാൻസീസ് ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫും കൂർക്കയും കൂടെ ഉള്ളൊരു കറിയാണ് കേട്ടോ. ബീഫും കായയും കൂടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ബീഫും കൂർക്കയും കൂടെയാണ് വയ്ക്കുന്നത്. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബീഫ് ഒരു 1.5 കിലോ ആണ് ഞാൻ എടുത്തിരിക്കണേ. കൂർക്ക 1 കിലോ, 4 സവോള എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, 2 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, 4 ഏലക്കായ, കുറച്ച് പെരിഞ്ചീരകം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം നമുക്ക്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ മസാലകൾ, പെരിഞ്ചീരകം, കറുവപ്പട്ട, കുരുമുളക്, ഏലക്കായ, ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഇതും കൂടെ ഈ മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെയും കൂടെ ഒന്ന് വറുക്കണം. അതും ഇതിൻ്റെ കൂടെ നമുക്ക് ഇടേണ്ടതുണ്ട്. മസാലകൾ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബീഫ് കുക്കറിലാണ് വെക്കുന്നത്. അത് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. ചിലരൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ പറയുന്നുണ്ട് ഇതല്ലല്ലോ മല്ലി എന്ന് പറയാറുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിലയൊക്കെ നന്നായി തന്നെ ഉണ്ടാകുന്നത് നല്ലത്. ബീഫ് കറിക്കൊക്കെ നന്നായിട്ട് തന്നെ വേപ്പില വേണം. ഇതിലേക്ക് മസാലകൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവോള എല്ലാം കൂടെ ഒന്ന് ഫുഡ് പ്രോസസ്സറിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പകുതി ഇപ്പോഴേ ഇടുന്നുള്ളൂ. ഇനി പകുതി നമുക്ക് കറി കാച്ചുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് ഒന്ന് വെന്ത് വരട്ടെ. ബീഫ് ഒരുവിധം വെന്തിട്ട് വേണം നമുക്ക് കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ബീഫ് ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂർക്ക അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ തന്നെ വെച്ചത് കൊണ്ട് കുറച്ച് വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് കൂർക്ക വെന്ത് കിട്ടും. കുക്കറൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എയർ കളഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ കൂർക്ക വെന്തുടഞ്ഞു പോവും.
കറി ഉലർത്തിയെടുക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീഫും കൂർക്കയും കൂടെ അത് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ മസാലകൾ റെഡിയാവും. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, സവോള എല്ലാം കൂടെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കറികൾക്കൊക്കെ വേപ്പില നന്നായിട്ട് ഞാൻ ഇടും കേട്ടോ. അത് പ്രത്യേക ടേസ്റ്റാണ് വേപ്പില അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പ്രത്യേകിച്ചും മീറ്റ് ഐറ്റംസിന്, ഫിഷിനൊക്കെ നന്നായിട്ട് തന്നെ വേപ്പില വേണം. പിന്നെ ഇത് ഉള്ളി എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരണം. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച മുളക് അല്ലെങ്കിൽ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇടുന്നുണ്ട്, മീറ്റ് മസാല. ഒരു വിസിൽ വന്നപ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്തു. എന്നിട്ട് എയർ കളയാണ്. അപ്പം ബീഫും കൂർക്കയും നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ബീഫും കൂർക്കയും ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെള്ളം ആകാനും പാടില്ല, എന്നാൽ ഒത്തിരി ഡ്രൈയും ആകാൻ പാടില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എരിവും ഉപ്പും ഒക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ബീഫും കൂർക്കയും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.